മസ്കുമായുള്ള തർക്കത്തിൽ ചർച്ചയ്ക്കില്ലെന്ന് ട്രംപ്. മാത്രമല്ല ടെസ്ലയുമായുള്ള കരാറുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നീക്കങ്ങൾ തുടരുമെന്നും ട്രംപ് അറിയിച്ചു. പുതിയ ധനവിനിയോഗ ബിൽ സെനറ്റിൽ പാസാക്കുന്നതിന് ഇരുവരും തമ്മിലുള്ള തർക്കം പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രതിനിധി സഭ ബിൽ പാസാക്കിയിരുന്നു. പുതുക്കിയ നികുതി ബിൽ വൻ ബാധ്യതയിലേക്ക് അമേരിക്കയെ നയിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മസ്ക്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും ഈ പ്രശ്നം, അതായത് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീളുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് താൻ ആലോചിക്കുന്നേയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നത് ഇത്തരം നിലപാടുകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊക്കെ സൂചനകൾ നൽകിയിരുന്നുവെങ്കിൽ കൂടി അക്കാര്യത്തിൽ ഇനി കൂടുതൽ ചിന്തകളില്ല എന്നൊരു നിലപാട് കൃത്യമായി ട്രംപ് ഇന്നലെ അറിയിച്ചിരിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരോട്. തീർച്ചയായും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ധനവിനിയോഗം സംബന്ധിച്ച ടാക്സ് ബിൽ സംബന്ധിച്ചൊരു തർക്കമാണ് ഇരു നേതാക്കളെയും വലിയ അകൽച്ചയിലേക്ക് നയിച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇലോൺ മസ്ക് രാജി സമർപ്പിച്ചതിന് പിന്നാലെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു തർക്കം ഇരുവരും തമ്മിൽ ഉയരുകയുമായിരുന്നു. ഈ ടാക്സ് ബില്ല് തന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നമായി നിലനിന്നിരുന്നത്. സെനറ്റിൽ ടാക്സ് ബിൽ പാസാക്കുന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നിലവിലെ സൂചനകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ദൃശ്യ ഐസനാണ് വിവരങ്ങൾ നൽകിയത്.